Yes. Hi everyone, this is CMA Afsal Alungal here. Before starting the video, please hit the like button. നമ്മുടെ ഡിസംബർ 2024 എക്സാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അഡ്മിറ്റ് കാർഡ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഭാഗത്തുനിന്ന് ചില കുട്ടികളൊക്കെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു എക്സാം നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്ന ആ ഇൻസ്ട്രക്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഇതിൽ രണ്ട് പാർട്ടുകളായിട്ടാണ് നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പാർട്ടാണ് പാർട്ട് എ എന്ന് പറയുന്ന MCQ ഏരിയാസ് നിങ്ങൾ എഴുതേണ്ട ഭാഗം. അപ്പോൾ MCQയിൽ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഷീറ്റ്, പാർട്ട് എ ഷീറ്റ് ഉണ്ടാവുക. ഇവിടെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ആൻസർ ഷീറ്റിൻ്റെ സീരിയൽ നമ്പർ എഴുതണം. അതേപോലെ നിങ്ങൾക്കൊരു സ്റ്റിക്കർ നിങ്ങളുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നിന്ന് നിങ്ങളുടെ പേര് നോക്കിയിട്ട് ആ എക്സാമിനേഷൻ ഹാളിലുള്ള ഇൻവിജിലേറ്റർ തരും. അത് ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും സെലക്ട് ചെയ്തിട്ടുണ്ടാവുക, അത് നമ്മളിവിടെ ബബിൾ ചെയ്ത് കൊടുക്കണം. സബ്ജക്റ്റിൻ്റെ കോഡ് നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇതേ രീതിയിൽ അതിൻ്റെ നമ്പർ നോക്കിയിട്ട് നമ്മൾ ബബിൾ ചെയ്ത് കൊടുക്കണം. റോൾ നമ്പർ ഇപ്പോൾ 1 2 3 4 5 6 എന്നാണ് നിങ്ങളുടെ റോൾ നമ്പർ എങ്കിൽ അത് എഴുതിയതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മളുടെ റോൾ നമ്പർ ബബിൾ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നോർമലി നമ്മൾ ഒട്ടുമിക്ക എല്ലാ എക്സാമിനും ഇതേ മോഡൽ ചെയ്തിട്ടുണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ എഴുതണം. റോൾ നമ്പർ ഇൻ വേർഡ്സ് അത് എഴുതുമ്പോൾ പല സ്റ്റുഡൻസിനും തെറ്റാറുണ്ട്. ഇപ്പോൾ നിങ്ങളുടേത് 1 2 3 4 5 6 ആണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എങ്കിൽ അത് അതേപോലെ 1, 2, 3, അങ്ങനെ എഴുതാം. ഗ്രൂപ്പ് എഴുതാം. സബ്ജക്റ്റിൻ്റെ നെയിം എന്താണോ അത് നമുക്ക് ഇവിടെ എഴുതാം. ഇതാണ് പാർട്ട് എ. നോർമലി ഇത്രയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഫില്ല് ചെയ്യുമ്പോൾ ബബിൾ ചെയ്യുന്ന കേസിൽ നല്ലോണം ശ്രദ്ധിക്കുക, മാറി ബബിൾ ചെയ്യരുത്. തെറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. രജിസ്റ്റർ നമ്പർ തെറ്റാതെ എഴുതാം. പാർട്ട് ബി എന്ന് പറയുന്നത് നിങ്ങളുടെ MCQ ഏരിയയാണ്. പാർട്ട് എ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ്, നമ്മൾ ഫില്ല് ചെയ്തു. പാർട്ട് ബി എന്ന് പറയുന്നത് MCQൻ്റെ ആൻസേഴ്സ് ആണ്. നമുക്കറിയാം 15 MCQs ആണ് ഉണ്ടാവാറുള്ളത്. ആ 15 MCQൻ്റെ കോളങ്ങൾ അവർ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നിൻ്റെ ആൻസർ സി ആണെങ്കിൽ നമ്മളിവിടെ ബബിൾ ചെയ്യും. രണ്ടാമത്തേൻ്റെ ആൻസർ എ ആണെങ്കിൽ നമ്മൾ ബബിൾ ചെയ്യും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ എന്താണോ നമ്മളിവിടെ ഓരോന്ന് ബബിൾ ചെയ്യേണ്ടി വരും. അതിന് നിങ്ങൾക്ക് ബ്ലൂ ഇങ്കും ബ്ലാക്ക് ഇങ്കും ഉപയോഗിക്കാം, റെഡ് ഇങ്കും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. ഇവിടെ കോമൺ ആയിട്ട് പല സ്റ്റുഡൻസിനുള്ള ഡൗട്ട് ഇതിൻ്റെ വർക്കിങ്സ് നമ്മൾ എവിടെയാണ് എഴുതുക എന്നുള്ളതാണ്. ഇൻസ്ട്രക്ഷനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് MCQ നിങ്ങൾ ഈ പാർട്ട് ബിയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. നിങ്ങളുടെ ആൻസർ ഷീറ്റുകൾ ഇനിയിപ്പോൾ നമ്മൾ ഓരോ ലോങ് ക്വസ്റ്റ്യൻസ് എഴുതുമല്ലോ, ക്വസ്റ്റ്യൻ 1, ക്വസ്റ്റ്യൻ 2, ക്വസ്റ്റ്യൻ 3, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, അത് എഴുതുന്ന സ്ഥലത്ത് MCQ എഴുതേണ്ടതില്ല. നോർമലി MCQ നമ്മൾ MCQ 1 ഓപ്ഷൻ എ എന്ന് പറഞ്ഞ് എഴുതും, MCQ 2 ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ് ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ MCQ ഇവിടെ കറുപ്പിച്ചാൽ മാത്രം മതി എന്നതാണ് ഇൻസ്ട്രക്ഷൻ. പക്ഷെ നമുക്ക് ചിലപ്പോഴൊക്കെ ചില പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ MCQ ആയിട്ട് വരുമ്പോൾ നമ്മളത് വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തേണ്ട ആവശ്യം വരും. ഇൻസ്റ്റിറ്റ്യൂട്ടിന് നിങ്ങളുടെ വർക്കിങ്സിൻ്റെ ആവശ്യം MCQൻ്റെ കേസിലില്ല. നിങ്ങളുടെ ഇവിടെ എന്താണോ ആൻസറായിട്ട് കറുപ്പിക്കുന്നത് അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസറായിട്ട് എടുക്കുക. പക്ഷെ നമുക്കൊരു പരീക്ഷയ്ക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി ചെയ്യേണ്ടി വരും. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ വർക്കിങ്സ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ MCQ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്കിംഗ് എഴുതാം. റഫ് പോലെ അതവിടെ എഴുതാം. എന്നിട്ട് കിട്ടുന്ന ആൻസർ ഇവിടെ കറുപ്പിച്ചാൽ മതി. ആ വർക്കിങ്സിന് നിങ്ങൾക്ക് മാർക്കില്ല, അത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസിഡർ ചെയ്യൂല എന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. പിന്നെ MCQ കഴിഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യാറുള്ള പോലെ ഈ ഷീറ്റിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരിക, സൈൻ ചെയ്യേണ്ടി വരിക. ഇത് ഇൻവിജിലേറ്റർ സൈനാണ്, സൈന് കോളം മാറിയിടരുത്. ഇത് അവിടെ ഇൻവിജിലേറ്റർ ആരാണോ അവർക്കാണ് സൈൻ ചെയ്യാനുള്ള പ്രൊവിഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ? ഇതാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്ട്രക്ഷൻ ആയിട്ട് ആദ്യത്തെ പേജിൽ തന്നെ
പാർട്ട് എയെ കുറിച്ചും പാർട്ട് ബിയെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. പാർട്ട് എയിലാണ് നമ്മൾ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, റോൾ നമ്പർ, സബ്ജക്റ്റ് കോഡ്, മീഡിയം, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, റോൾ നമ്പറിൻ്റെ സ്റ്റിക്കർ, ഇതൊക്കെ ഒട്ടിക്കാനുള്ളത്. പാർട്ട് ബി ആണ് നമ്മൾ MCQ പോർഷൻ പറഞ്ഞത്. അത് 15 ക്വസ്റ്റ്യൻസ് 30 മാർക്കിനാണ് ഉണ്ടാവുക. ആൻസേഴ്സ് മസ്റ്റ് ബി ബബിൾഡ് ഇൻ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെന്നിലാണ് അത് ബബിൾ ചെയ്യേണ്ടത്. ഇന്റർമീഡിയറ്റും ഫൈനലിനും അങ്ങനെ തന്നെയാണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു ആൻസറിന് ഇപ്പോൾ ABCDയിൽ A ആണ് ആൻസർ എങ്കിൽ A കർപ്പിച്ചു, വീണ്ടും B കൊണ്ടുപോയി കർപ്പിക്കരുത്. ഒന്നിൽ കൂടുതൽ കർപ്പിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ ആ ബബിൾ ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിലോ ഒക്കെ അവരത് ആൻസർ ചെയ്യാതെ വിടും. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. നമുക്കറിയാവുന്ന കാര്യമാണ്. സിഗ്നേച്ചർ ഇടണം. പിന്നെ നോർമലി നമുക്ക് ഉണ്ടാകാവുന്ന ഡൗട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്തുനിന്ന് എക്സാമിനേഷൻസിന് സ്റ്റുഡൻസിന് കൊടുക്കേണ്ട നോർമൽ ഇൻസ്ട്രക്ഷൻസ് അവർ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് ആണ് താഴെ ഈ പേജ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഇതുള്ളത് എക്സംഷനുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷനാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ അറ്റംപ്റ്റുകളിൽ ഏതെങ്കിലും ഒന്നിനൊരു പേപ്പർ എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അറ്റൻഡ് ഇരിക്കുക വഴിയാണ് നിങ്ങൾക്ക് ആ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. അതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കാനോ ഒന്നുമില്ല. ആ പേപ്പർ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അഥവാ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സംഷൻ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. നിങ്ങൾ ആ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ അനുസരിച്ചാണ് വരിക. ക്ലിയർ? പിന്നെ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഇൻവിജിലേറ്ററിന് കൈമാറണം. അറ്റൻഡൻസ് ഷീറ്റ് നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് സ്റ്റിക്കർ തരിക. ആ സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ആ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് തിരിച്ചു തരും. എപ്പോൾ? നിങ്ങളുടെ പരീക്ഷ എഴുതി കഴിഞ്ഞ് നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റ് നിങ്ങൾ ഇൻവിജിലേറ്ററിന് തിരിച്ചു കൊടുക്കുമ്പോൾ ആ കൊടുത്ത അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താ? ആ കൊടുത്ത അഡ്മിറ്റ് കാർഡിൽ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ഓരോ എക്സാമിനും നിങ്ങളത് അറ്റൻഡ് ചെയ്തു എന്നതിന് ഇൻവിജിലേറ്ററിൻ്റെ തെളിവാണ് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് 1 അഡ്മിറ്റ് കാർഡും 2 നിങ്ങളുടെ ID കാർഡുമാണ്. ID കാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ID കാർഡ് ഉപയോഗിക്കാം. അത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പാസ്പോർട്ടോ വോട്ടർ IDയോ ആധാർ കാർഡോ അങ്ങനെ നിങ്ങളുടെ പേരും ഫോട്ടോയും കാണുന്ന രീതിയിൽ ഉള്ള ID കാർഡുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നോർമൽ എക്സാമിനേഷൻ റൂൾസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പേരും രജിസ്ട്രേഷനും നമ്പറുള്ള സ്ഥലത്ത് മാത്രമേ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് 15 മിനിറ്റ് മുമ്പാണ് എക്സാമിനേഷൻ ഹാളിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുക. 10 മണിക്കാണ് എക്സാം എങ്കിൽ 9:45 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവൈലബിൾ ആവും. 2 മണിക്കുള്ള എക്സാം ആണെങ്കിൽ 1:45 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആവും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് സമയം കിട്ടും. എന്തിന്? ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ. അപ്പോൾ പരീക്ഷ എഴുതാൻ പാടില്ല. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചിട്ട് ഏതാദ്യം എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന പോലെ. പിന്നെ ID കാർഡ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം. അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ ID കാർഡ് കൂടി കൊണ്ടുപോകണം. പരീക്ഷയ്ക്ക് മാക്സിമം അരമണിക്കൂറാണ് നിങ്ങൾക്ക് ലേറ്റായിട്ട് എത്താൻ വേണ്ടി പറ്റുക. അത് ഇൻവിജിലേറ്ററോട് കാര്യം പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കാൻ പറ്റുക. അതായത് 2 മണിയുടെ എക്സാമിന് 2:30 വരെ നിങ്ങൾക്ക് ടൈം വൈകി വന്നാൽ കയറാൻ വേണ്ടി പറ്റും. 2:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പോസിബിൾ അല്ല. നോർമലി നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകാൻ പറ്റുക? പെന്ന്, പെൻസില്, ഇറേസർ, സയൻറ്റിഫിക് അല്ലാത്ത നോൺ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള ഓർഡിനറി നോർമൽ നമ്മുടെ കാൽക്കുലേറ്റർ, സ്കെയില്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണം നിർബന്ധമില്ല. കാരണം ഡ്രിങ്കിങ് വാട്ടർ വിൽ ബി അവൈലബിൾ അറ്റ് എക്സാമിനേഷൻ സെൻറ്റർ ആയിരിക്കും. ഇനി വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലായിരിക്കണം. എക്സാമിനേഷൻ ബോർഡ് ഉപയോഗിക്കാം. റിസ്റ്റ് വാച്ച് ഉപയോഗിക്കാം. അത് സ്മാർട്ട് വാച്ച് ആവരുത് എന്നുള്ളതാണ്. നോർമലി ഇങ്ങനെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹാഫ് ആൻ അവറിൻ്റെ കേസ്. ഇതൊക്കെ എല്ലാ എക്സാമിനും നമ്മൾ പാലിക്കുന്നതാണ്. ഈവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നല്ല ഒട്ടുമിക്ക എല്ലാ എക്സാമിനും. പാർട്ട് ബിയുടെ കേസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ MCQ ടൈപ്പിന് ആൻസേഴ്സ് മസ്റ്റ് ബി ബബിൾഡ് ഇൻ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പെൻ അപ്രോപ്രിയേറ്റ്ലി ഫോർ ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ. പിന്നെ ബാക്കിയുള്ള ആൻസറുകൾ, അതായത് ലോങ് ടൈപ്പ് ആൻസേഴ്സ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, ആൻസർ ബുക്ക് പേജ് നമ്പർ 3 തൊട്ട് നിങ്ങൾക്ക് എഴുതി തുടങ്ങാം. ബുക്ക്ലെറ്റിൽ 3-ാമത്തെ പേജ്. പാർട്ട് എ, പാർട്ട് ബി കഴിഞ്ഞാൽ 3-ാമത്തെ പേജിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1, ക്വസ്റ്റ്യൻ നമ്പർ 2, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനുണ്ടാവുക. അതിൻ്റെ ലാസ്റ്റ് പേജിലാണ് നിങ്ങൾക്ക് വർക്കിങ്സ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാം MCQന് വേണ്ടിയിട്ട് എന്ന് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് വർക്കിങ്സ് എന്ന് പറഞ്ഞ് ഒഴിവാക്കിയാൽ മതി. പിന്നെ പേപ്പറുകൾ എഴുതുമ്പോൾ വെറുതെ ഇടയിൽ പേജുകൾ എന്ത് ചെയ്യരുത്? ബ്ലാങ്ക് ആയിട്ട് വിടരുത്.
അത് ബ്ലാങ്ക് ആയിട്ട് വിടുന്നുണ്ടെങ്കിൽ അത് ക്രോസ് ചെയ്തിടണം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ പേജിൽ എഴുതി, ഞാൻ കുറച്ച് സ്ഥലം വിട്ടിട്ടാണ് രണ്ടാമത്തെ എഴുതിയത്. പിന്നീട് ആ സ്ഥലം എനിക്ക് ഉപയോഗപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ക്രോസ് ചെയ്തിടാം. പിന്നീട് എഴുതി ചേർത്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ, ഞാൻ ഇൻസ്ട്രക്ഷൻസിൻ്റെ PDF ഓൾറെഡി ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾ ഓക്കെയാണ്. വേറെ കാര്യമായിട്ടൊന്നും ഇതിൽ ചിന്തിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ട്. ഹോൾ ടിക്കറ്റ് ഒരു മിനിമം 2 കോപ്പി കയ്യിൽ വെക്കുക. ഒന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ കൊണ്ടുപോകുന്ന ബാഗിലോ കാര്യങ്ങളിലോ വെക്കുക. അതായത് പുറത്ത് തീർക്കാതിരിക്കുക. ഒന്ന് നോർമലി നിങ്ങൾ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നത്. അഥവാ മറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൽ ഉണ്ടായിരിക്കണം എന്ന രീതിയിൽ 2 കോപ്പി എടുത്ത് വെക്കുക. കാരണം അതൊക്കെ നമുക്ക് ടെൻഷൻ വരുത്തുന്ന കാര്യങ്ങളാണ്. നമ്മൾ എക്സാം ഹോളിലേക്ക് എത്തി, നമ്മുടെ കയ്യിൽ കോപ്പി ഇല്ല, നമ്മൾ ബുദ്ധിമുട്ടുന്ന, ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് കൊള്ളാം. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യാമെന്ന് മാത്രം. കളർ കോപ്പി വേണം എന്ന് നിർബന്ധമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും മതി എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഇനി കുറച്ച് ദിവസങ്ങളാണുള്ളത്. നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അതാണ് ഇനി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. പുതിയ ചാപ്റ്ററുകൾ പഠിക്കാനോ പുതിയ പ്രൊവിഷൻസ് നോക്കാനോ ഒന്നും നിൽക്കരുത്. പഠിച്ച ചാപ്റ്ററുകൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുക്കുക, വർക്കൗട്ട് ചെയ്ത് ഒരു ദിവസം 2 സബ്ജക്റ്റ്, ഒരു ദിവസം ഒരു സബ്ജക്റ്റിന് 2 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോവാം. അതിനുള്ള സമയം ഇനിയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തെങ്കിലേ അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ.